നല്ല ഉള്ളുള്ള മുടിയാ. ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിലേ കൊഴിഞ്ഞു പോവും. കൊഴിഞ്ഞു പോകാൻ നോക്കാനല്ലേ ചാരിച്ചിട്ടുള്ളത്. കെട്ടിച്ചു വിടുമ്പോഴോ അപ്പോഴും ചാരിച്ചിട്ട് വരണമായിരിക്കും കാര്യങ്ങൾ നോക്കാൻ. തോറ്റു അനിയത്തേക്കാൾ ചെറുപ്പമാ ചേട്ടന്. എന്റെ പുഷ്പേ, നിന്നത് നോക്കിട്ട് വരാം. ഓക്കേ, എന്താ വേണ്ടേ? കുളി കഴിഞ്ഞിട്ട് മണിക്കൂറൊന്നായി. ഇവിടെ തോർത്തെന്ന് വേറെ താരം നോക്കിട്ട് കാണാനില്ല. ആഹാ, എനിക്ക് കണക്കായി പോയി. ഞങ്ങളൊക്കെ കുളിക്കാൻ പോകുമ്പോഴാ തോർത്ത് അന്വേഷിക്കാറ്, അല്ലാണ്ട് കുളി കഴിഞ്ഞ് തോർത്തേണ്ട സമയത്തല്ല കേട്ടോ. നീ ചുമ്മാ ഇപ്പൊ മനസ്സില്ല. എന്നാ വേണ്ട, ഞാനൊന്ന് തോർത്തുന്നില്ലെന്ന് വെച്ചു. ഓ, ഇഷ്ടം പോലെ. എന്ത് തോന്നിയാസോ ചന്ദ്രേട്ടനെ കാണിക്കുന്നത്? തല തോത്തോണ്ട് വെള്ളം കാണും വല്ല അസുഖം വരുത്താനാണോ? വന്നോട്ടെ, ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെന്താ? അയ്യോ, ഞാൻ തോറ്റു. ഇത് നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ വെള്ളം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. കുസൃതിയാണിച്ചല്ലോ, ചുട്ട പെട കിട്ടും. ഓ പിന്നെ, താമല്ല ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും, അതൊക്കെ അങ്ങ് ഹോസ്പിറ്റലിൽ. ഇവിടെ എന്റെ സ്വന്തം ഭാര്യ, മൈ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി, മനസ്സിലായോ? അതിന് നേരെ സന്ദർഭം നോക്കാതെ ഇവിടെ വെച്ച് വേണോ ശൃംഗാരം? ശരി, ഇത് വലിയ പുലിവാലായല്ലോ. എടി, ഇത് നമ്മുടെ വീട്, നമ്മുടെ ബെഡ്റൂം. ഇവിടെ എല്ലാവരും പിന്നെ പബ്ലിക് റോഡിലാ ശൃംഗരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, ആ പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുത്ത് കാലത്തും വൈകുന്നേരവും അത്താഴത്തിന് ശേഷവും ഓരോ അവൻസ് വീതം ശൃംഗാരമാവാം എന്ന് എഴുതി. ദിവസം അതെ, പുഷ്പയ്ക്ക് ഓരോ ബുക്ക് കാണാതെയാവും. പിന്നെ ഞാൻ തന്നെ വേണം കണ്ടുപിടിക്കാൻ. ഇങ്ങനൊരു പെണ്ണ്. അവൾക്ക് കെമിസ്ട്രി ബുക്ക് കൊണ്ട് കളയാൻ കണ്ടൊരു സമയം. രാവിലെ ഒരു മൂഡ് വന്നായിരുന്നു. എന്റെ പുഷ്പേ, ഇത്ര മറവിയായാലേ നാളെ നീ ഒറ്റയ്ക്കായാലും എന്ത് ചെയ്യും? അതിന് ഞാൻ ഒറ്റയ്ക്കാവാൻ പോലില്ലല്ലോ. ചരിച്ചിട്ടുണ്ടാവില്ല എപ്പോഴും എന്റെ കൂടെ. അയ്യോ, ഇതെന്താ ഇത്? ബുക്ക്. എന്ത് ബുക്ക്? കെമിസ്ട്രി ബുക്ക് ആണേ? ആണ്. ദിവസവും കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് കിട്ടിയെങ്കിൽ പോകുന്നുണ്ട്. അവിടെ ചെന്ന് പഠിക്കുകയാണോ അതോ വായി നോക്കി നടക്കണം? അവിടെ പഠിക്കാതെ പിന്നെ അവിടത്തെ സപ്പോർട്ടൊന്നും വേണ്ട. ക്ലാസ്സോടെ പാസ്സായ ഇനിയും പഠിക്കാം. അല്ലേ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു അലവലാലേക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കും. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നില്ലെങ്കിലേ അത് പരീക്ഷ പേപ്പർ നോക്കുന്നവരുടെ കണ്ണിക്കേടും ഉണ്ടാവും. ഞാനേ എഴുതിയ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഡോക്ടർ രാമേന്ദ്രന്റെ പെങ്ങളാ. എന്നാ കേട്ടോ, മണി വെച്ച് അവിടെ ഇരുത്തി കളഞ്ഞല്ലോ. ഓ, സമ്മതിച്ചിരിക്കുന്നേ, നീ എന്റെ അനിയത്തി തന്നെ. മനോഹരമായ നമ്മളെ പറ്റി കംപ്ലൈന്റ് ചെയ്ത് ഡോക്ടർ വരും. ഇന്ന് അമ്മക്ക് അവരെ പഠിക്കാം.
കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോ രോഗം മാറുന്നവരെ സിഗരറ്റ് വലിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ വലിച്ചില്ല ഡോക്ടർ. ഡോക്ടറോട് മാത്രം കള്ളം പറയരുത്. രാത്രി കിടക്കാൻ നേരത്ത് മാത്രം ഒരെണ്ണം, ഇനി വലിക്കില്ല. എന്തിനാ ഒരെണ്ണമാക്കിയത്? ഒരു 10 പാക്കറ്റ് വലിച്ചുകൂടായിരുന്നു. ഡോക്ടറുടെ ചികിത്സ പൂർണ്ണമാകുന്നത് രോഗിയുടെ സഹകരണം കൂടി ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ വെറുതെ കുടം കമഴ്ത്തി വെച്ച് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ. ദേഷ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ട് പറയാൻ. എന്റെ അടുത്തൊരു പേഷ്യന്റ് രോഗം മാറിയിട്ടേ ഇവിടുന്ന് പോകാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനി വലിക്കില്ല സാർ. ഉറപ്പാണോ? അതെ. നെക്സ്റ്റ്. മരുന്ന് വാങ്ങാൻ കൈ പൈസ ഉണ്ടോ? വരട്ടെ ഡോക്ടർ. ഓ, ഇത് വാങ്ങിച്ചു കഴിക്കൂ. എന്താ ജനമേ, പോവുകയല്ലേ? പൂവേ, ബില്ലൊക്കെ അടച്ചു. ഇവിടത്തേക്ക് തരാൻ പാവങ്ങളാണെങ്കിലും ഒരു സന്തോഷത്തിന് എളിയൊരു സമ്മാനം. വേണ്ട, ആവശ്യത്തിനുള്ളത് ബില്ല് എഴുതി വാങ്ങുന്നുണ്ട്. അത് ധാരാളം മതി. എന്നാലും ഒരു സന്തോഷത്തിന് എന്റെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ ജാനം ഒരു കാര്യം ചെയ്യും. കൊല്ലുള്ള ഈ ഏർപ്പാടുണ്ടല്ലോ, അതൊന്ന് നിർത്ത്. പിള്ളേര് 5 ആയല്ലോ, ഇത്രയും പോരെ? ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചേട്ടാ, ഈ പറയുന്നത് കേട്ടാ തോന്നുന്നു ഇതെല്ലാം എന്റെ കുറ്റമാണ്. ഇതൊക്കെ ഡോക്ടറോട് പറയാൻ കൊള്ളാമോ? പറഞ്ഞാലെന്താ, എല്ലാം കഴിഞ്ഞ് ഒരു പ്രസവത്തിന് ഇവിടെ അല്ലേ വരേണ്ടത്? കേട്ടോ ഡോക്ടറെ, ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച നിൽക്കുവോ? എല്ലാം ദൈവം തമ്പുരാന്റെ കളിയാ. മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിന് പറയാമോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അധികം അതാണല്ലോ. ഡോക്ടറെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇങ്ങനെ പിടിച്ചു കെട്ടി മറ്റേ ആ സൂത്രപ്പണി ഉണ്ടല്ലോ, അതൊന്ന് ചെയ്യണം. എന്നെ സൂത്രപ്പണി ചെയ്യിക്കണം. നിനക്കങ്ങനെ ചെയ്യാനെന്താ? ശരി ശരി, ഇനി ഇങ്ങനെ വന്ന രണ്ടുപേരെയും പിടിച്ച് സൂത്രപ്പണി ചെയ്യും. ചേട്ടാ, ഈ പറയുന്നത് കേട്ടാ തോന്നുന്നു ഇതെല്ലാം എന്റെ കുറ്റമാണ്. ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച നിൽക്കുവോ? എല്ലാം ദൈവം തമ്പുരാന്റെ കളിയാ. ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചേട്ടാ, ഇത് കേട്ടാത്തൊന്നും പിള്ളേരെല്ലാം ഉണ്ടായത് എന്റെ കുറ്റം കൊണ്ടാണ്. അയ്യേ, ഈ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാമോ? അതിനെന്താടി, അവസാനം എല്ലാം കഴിഞ്ഞ് ഇവിടെയല്ലേ പ്രസവത്തിന് വരേണ്ടത്. വാ വാ. എന്താ പറ്റി? ഒന്നുമില്ല. പറയുന്നേ. ഒന്നുമില്ലെന്നേ, ഞാനിപ്പൊ കാപ്പി കൊണ്ടുവരാം. എടാ അരുണേ, ഒന്ന് എഴുന്നേറ്റേ. നല്ല ഒന്നാന്തരം ചൂട് ചായ നിനക്ക് വേണ്ടി അമ്മാവൻ അനത്തിയതാ. 9 മണിക്ക് സ്റ്റേഷനിൽ എത്തേണ്ടതാ. ഒരു കൊലപാതകത്തിന്റെ മഹ്സർ എഴുതാൻ പോണം. ഞാൻ പോയാലേ ആ കൊലപാതകം ആത്മഹത്യയാവൂ. എന്തിനാ അമ്മാവ ഈ അന്യായമൊക്കെ കാണിക്കുന്നത്? അന്യായം ചുമ്മാ ഇരടാ. നാടോടുമ്പം നടുവേ ഓടണം. നീ ഷർട്ട് ആ പാപ്പിയുടെ കടയിൽ കൊണ്ട് ഇസ്തിരി ഇട്ടോണ്ട് വാ. 10 മിനിറ്റ് കൊണ്ട് വരണം. ബാക്കി ഷർട്ടെല്ലാം മുഷിഞ്ഞു കിടക്കുന്നോണ്ടാ. നേരത്തെ സ്റ്റേഷനിൽ ചെന്നില്ല രവീന്ദ്ര സാർ കാണാൻ പോകാന്ന് പറയും. എനിക്കത് ഇഷ്ടമല്ലാതെ എനിക്കറിയാമല്ലോ. ഞാൻ ആരെ കൊണ്ട് എന്നെ ഒന്നും പറയിപ്പിക്കാറില്ല. അതാ ചെല്ല്. പിന്നെ ഒരു ദിവസം മണി 9 ആകാൻ പോകുന്നല്ലോ. എവനെ ഇതുവരെയും കണ്ടില്ലല്ലോ. സത്യമായിട്ട് തന്നെ മഹസറിൽ കയറുമല്ലോ. അമ്മാവനായിട്ട് ജനിച്ച് എന്നെ ഒന്നും കണ്ടേ.
ഷർട്ട് ഇത്തിരിട്ടോണ്ട് വരാൻ പറഞ്ഞ പൊമ്പിള്ളേരെ പുറകെ നടക്കല്ലേ? പോലീസിൽ നീ എന്റെ പേര് വെട്ടിക്കും. അമ്മാവൻ അടിച്ചു വെച്ചോലെ. നീ എങ്ങോട്ട് വരും? വീട്ടിൽ പോയിടാ റാസ്കൽ. എന്നെ മാനം കെടുത്തിയ പിണ്ടം. നല്ലൊരു ഇംഗ്ലീഷ് പടത്തിന്റെ കാസറ്റാ. അല്പം എരിവും പുളിയുള്ള ഇനമാന്നാ മാത്യൂസ് പറഞ്ഞത്. വല്ല അടൽസുള്ളിയിലേനുമായിരിക്കും. വേണ്ട കേട്ടോ, പുഷ്പെങ്ങാനും വരും, നാണക്കേടാ. അവളങ്ങനെ വന്നാൽ തന്നെ വേറെ പണിയുണ്ട്. എന്ത് പണിയാ? വീഡിയോ ഓഫ് ചെയ്യാവുന്നോ? അല്ലല്ലേ, നീ നോക്കിക്കോ. ഹായ് ഇംഗ്ലീഷ് മാഡം, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. എന്താണ് സാറേ, വീഡിയോ ഇങ്ങനെ ജോലി എടുത്തിരുന്നാ മതിയോ? പഠിക്കുന്നു വേണ്ടേ? കോളേജ് വിട്ട് വന്നിട്ട് കുറെ നേരം പഠിച്ചു. ഇനിയിപ്പോ പടം കാണട്ടെ, എന്നിട്ടിന്ന് പഠിക്കാം. പുഷ്പേ, നീ ഒരു പൈസ കൊടുക്കുന്നത്? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അയ്യോ, ഈ ദാഹിപ്പിച്ച് മരിക്കുന്നേ ഇപ്പൊ. എപ്പടി കൊള്ളാം. Breaking my ass, that broad is making everything go up. Man, fucking tax. Fucking little. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ ഉയർന്നു വരുള്ളൂ. നീ ഒരു ആപ്പിൾ ജ്യൂസ് കൊടുക്കുന്നേ, നിനക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. ആ ചെല ചെല ഞാൻ വെള്ളം ജ്യൂസ് ഒന്നും എടുക്കാൻ പോണ്ടേ? നാട്ടിൽ നിന്ന് ശേഖരമ്മാവന്റെ കത്ത. പുഷ്പയുടെ പരീക്ഷ അടുത്ത മാസം കഴിയല്ലേ, ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? സ്റ്റേറ്റിൽ നിന്ന് ഒരു ഡോക്ടറുടെ ആലോചന വന്നിട്ടുണ്ട്. അമ്മാവന്റെ അടുത്ത ചെങ്ങാതിനെ കണ്ടാലും എന്താ വേണ്ടെന്ന്. ഒന്നും വേണ്ടെന്ന് അങ്ങ് മറുപടി എഴുതിയേക്ക്. ഒന്നും വേണ്ടെന്നോ? അതെ, എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട. അയ്യോ, ഇപ്പോഴല്ല, ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട്. കേട്ടോ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, ചിലപ്പോ റാങ്കും. മെറിറ്റിൽ തന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടുണ്ടാവില്ല. എനിക്കൊരു ഡോക്ടർ ആവണോ, ചാരി ചേച്ചി പോലെ. എന്നിട്ട് മതി ആലോചനയും ബഹളമൊക്കെ. അതെ, ശരി, കൊള്ളാമല്ലോ. നിന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു ആഗ്രഹം ഒളിച്ചിരിപ്പുണ്ടെന്ന് ആരറിഞ്ഞു? ചേട്ടത്തെ പോലെ ആളെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ, നടക്കട്ടെ. അവള് പറഞ്ഞതാ ശരി. ശേഖരമാവൻ ഇന്ന് തന്നെ എഴുതിക്കോളൂ. സ്റ്റേറ്റിലെ ഡോക്ടർക്ക് പെണ്ണ് കിട്ടാൻ ധൃതിയുണ്ടെങ്കിൽ വേറെടുത്ത് ആലോചിക്കാൻ. അതല്ല, എന്റെ പുഷ്പയെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനി 5-6 കൊല്ലം കൂടി കണ്ണടച്ച് കാത്തിരിക്കാൻ. ദാറ്റ്സ് കറക്റ്റ്.
സാർ ഇപ്പൊ തികച്ചും നോർമലാണ്. അധികം സ്ട്രെയിൻ ചെയ്യാൻ നോക്കിയാൽ മതി, ഒന്നും പഠിക്കാനില്ല. എന്തായി പറയുന്നത്? ഡോക്ടർ രാമേന്ദ്രൻ ഇവിടെ അന്തസ്സായി ജീവിക്കുന്ന ഒരു ലോ അബൈഡിംഗ് സിറ്റിസനാണ്, എ റെസ്പെക്ടബിൾ ജെന്റിൽമാൻ. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. അതെ അതെ അതെ, ആള് മാറിയത് തന്നെ. സത്യമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഈ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ഞങ്ങൾ വിവരമില്ലാത്തവരാണ്. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മാവൻ ഇവിടുത്തെ MP ആണ്. ഞാനൊരു കള്ളക്കേസ് ഉണ്ടാക്കാൻ നടന്നാൽ അതിന് നടക്കാൻ അങ്ങനെ കൂടിയാ. അതെങ്കിലും ഞാൻ ഓർക്കണ്ടേ? നേരത്തെ മുതലേ എന്താണെന്ന് അറിയില്ല, ആ ഡോക്ടർക്ക് ഞങ്ങളോടെന്തോ കരുതിക്കൂട്ടിയ ശത്രുത പോലെയാ, അല്ലേ? സാറിന് തന്നെ അറിയില്ലേ, 2 തവണ ഒരു കാര്യമില്ലാതെ ഞങ്ങളെ കുറിച്ച് ഇവിടെ കംപ്ലൈന്റ് പോയി വന്നില്ലേ? ഞങ്ങൾ ബൈക്കിൽ പതുക്കെ അങ്ങനെ വരുമ്പോഴാ ആ ഡോക്ടർ എതിരെ വന്ന് ഞങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഡോക്ടറാണ് നിങ്ങളെ ഈ പരുവത്തിലാക്കിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അനിയന്മാരെ. ശരിയാ, ആരും അങ്ങനെയും വിശ്വസിക്കും. പക്ഷേ ഇത് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാ. ഡോക്ടർ വലിയ സ്വാധീനമുള്ള ആളാണെന്ന് വിചാരിച്ച് അങ്ങയുടെ പേര് കേസ് ചാർജ് ചെയ്യാതിരിക്കരുത്. എക്സ്ക്യൂസ് മീ സർ. വെൽ ഡോക്ടർ, നിങ്ങൾ വന്നു നന്നായി. ഇവര് പറയുന്നത് ഈ കുട്ടികളുടെ പേരിൽ നിങ്ങൾ മുഴുമിപ്പിക്കണമെന്നില്ല, വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ഇവര് പറഞ്ഞത് പകുതിയിലധികം കേട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്റെ അനുജന്മാരാകാൻ മാത്രം പ്രായമുള്ള ഇവരെ ഞാൻ വഴിയിലിട്ട് തല്ലിച്ചതച്ചു എന്നാണല്ലോ പരാതി. ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് സാക്ഷികൾ വേണം. സോറി, ഐ ഹാവ് നോ വിറ്റ്നസസ്. ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഇവരുടെ ഭാഗത്തും സാക്ഷികളില്ല. അതുകൊണ്ടാണല്ലോ കംപ്ലൈന്റ് ലോഡ് ചെയ്യുന്നില്ല എന്നൊരു ഔദാര്യം നേരത്തെ ഡിക്ലെയർ ചെയ്തത്. ഞാൻ വന്നത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് പുറത്തേക്ക് വെച്ചു ഇവരെ കൂടെ കുട്ടികളും. നടന്നാട്ടെ നടന്നാട്ടെ. നല്ല ഒന്നാന്തരം കാർ തവിട് പൊടിയായി, തവിട് പൊടിയാക്കി ഇത് ചെയ്തത് ഇവരൊക്കെ കൂടെയാണ്. ഇതിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ തെളിവുകളില്ലാത്തതുകൊണ്ടും ഇവരിവിടുത്തെ പ്രമാണിമാരുടെ മക്കളായതുകൊണ്ടും ഇവർ രക്ഷപ്പെടും. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ നീതി നിർവഹണം. അതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. ഇത് വളരെ ക്രൂരമായി പോയി സർ. ചന്ദ്രേട്ടൻ അതിനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ലിവിറ്റ്, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? അതല്ല ശാരദേ, തുടർച്ചയായി ഇത് എത്രാമത്തെ തവണയാണ് നമ്മൾ അവരെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത്. അവർ ചെയ്യുന്നത് മുഴുവൻ അക്രമവും തോന്നിയാസും. സത്യവും നീതിയും മാത്രം നോക്കുന്ന നമുക്കോ എപ്പോഴും തോൽവി. അവരുടെ ഈ ജയം പെർമനന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ ചന്ദ്രേട്ടന്? ആർക്കറിയാം, ചിലപ്പോ തോന്നും യുവമാര് ചെയ്യുന്ന പോക്കിരിത്തരങ്ങളൊക്കെയാണ് ഇവിടുത്തെ ശരിയെന്ന്. അത് മനസ്സിലാക്കി ഒപ്പത്തിനൊപ്പം നീങ്ങാതെ നമ്മളാണ് തെറ്റിയുന്നത്. മണ്ടത്തരം പറയാതിരിക്കും. എന്തെങ്കിലും സൂത്രം കാണിച്ച് തൽക്കാലം അവന്മാർ രക്ഷപ്പെട്ടെന്ന് കരുതി തെറ്റ് ശരിയായി മാറും. ഇന്നല്ലെങ്കിൽ നാളെ ഉപ്പ് തിന്നും വെള്ളം കുടിച്ചത് തന്നെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ ചില നേരത്തെ അനുഭവങ്ങൾ കാണുമ്പോൾ തലക്കേത്ത് ഇരുട്ട് കയറുക. മാച്ച് എഡു അബൌട്ട് നത്തിങ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞത് ഇതിനാണ്. സാറൊന്ന് എഴുന്നേറ്റ് ഈ കാപ്പി കുടിച്ചിട്ട് ഒന്ന് വേഗം റെഡിയാവും. ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്നുണ്ടാവും. തൽക്കാലം നമ്മുടെ ശരി അവിടെയാണ്. കുടിച്ചേ.